السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മരിച്ചുപോയ നബിമാരോടും മഹാന്മാരോടും എന്ത് സഹായം തേടാമെന്ന്, നമ്മുടെ ആവശ്യങ്ങൾ എന്തും അവരോട് തേടാം, ഇസ്തിഹാസ എന്ന ഓമന പേരിട്ട് എന്തും ചെയ്യാം, അവരോട് എന്തും തേടാം എന്നതിന് തെളിവായിട്ട് ഒരു സഹോദരൻ പറഞ്ഞ ഒരു ഹദീസ് ആണ് ഞാനിവിടെ വിശദീകരിക്കുന്നത്. ആ ഹദീസിൽ ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വഫാത്തിന് ശേഷം തേടാമെന്നില്ല. പക്ഷെ അദ്ദേഹം അത് എന്ത് ചെയ്യാണ്, വിശദീകരിച്ചുകൊണ്ട് ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് മരിച്ചുപോയവരോട് തേടാനുള്ള തെളിവാക്കുകയാണ്. ഹദീസ് ഇങ്ങനെയാണ്, സ്വഹീഹ് മുസ്ലിമിൽ വന്നിട്ടുള്ള ഹദീസാണ്. ഹദീസൊക്കെ സ്വഹീഹാണ്, അത് യാതൊരു പ്രശ്നമല്ല. എന്താണ് ഹദീസ് എന്ന് എല്ലാവരും ശ്രദ്ധിക്കുക. ഹദ്ദസനി അൽ ഹകം ബിൻ മൂസ അബു സാലിഹ് ഹദ്ദസന ഹിഖൽ യാനി ഇബ്നു സിയാദ് അനിൽ ഔസാഇ ഹദ്ദസനി അബു അമ്മാർ ഹദ്ദസനി അബ്ദുല്ലാഹി ഇബ്നു ഫറൂഖ് ഹദ്ദസനി അബൂ ഹുറൈറ ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു എന്നുള്ള നിവേദനം, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന സയ്യിദു വൽദി ആദം, ഞാൻ മനുഷ്യ സന്തതികളുടെ സയ്യിദാണ്, നേതാവാണ്. യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ. അവ്വലു മൻ യൻഷഖു അൻഹുൽ ഖബ്ർ, ഖബ്ർ പൊളിച്ചിട്ട് ആദ്യമായിട്ട് പുറത്തു വരുന്നവൻ ഞാനാണ്. അവ്വലു ഷാഫിഅൻ, പിന്നെ ഞാൻ ശുപാർശ ചെയ്യുന്നവൻ ആദ്യത്തവൻ ഞാനാണ്, ആദ്യമായി ശുപാർശ ചെയ്യുന്നവൻ ഞാനാണ്. അവ്വലു മുശഫ്ഫഇൻ, ആദ്യമായി ശുപാർശ സ്വീകരിക്കപ്പെടുന്നവനും ഞാനാണ്. അതായത് നബിയാണ് ആദ്യമായിട്ട് ഷഫാഅത്ത് ചെയ്യുക, നബിയുടെ ഷഫാഅത്താണ് ആദ്യം സ്വീകരിക്കപ്പെടുന്നത്. നബിയാണ് ഖബറിൽ നിന്ന് ആദ്യം പുറത്തേക്ക് ഖിയാമത്ത് നാളിൽ വരുന്നത്. നബി മനുഷ്യ സന്തതികളുടെ മൊത്തം സയ്യിദാണ് എന്നതാണ് ഹദീസ്. ഇനി ഈ ഹദീസിന്റെ ഇത് വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞ ചില വിശദീകരണങ്ങളുണ്ട്. അത് ഇമാം നവവി റഹ്മത്തുള്ളാഹി അദ്ദേഹത്തിന്റെ കിതാബ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഖാലിൽ ഹറവി എന്നവർ പറഞ്ഞു, അദ്ദേഹം പണ്ഡിതൻ. അസ്സയ്യിദ്, സയ്യിദ് എന്ന് പറഞ്ഞാൽ സയ്യിദിന്റെ ഗുണങ്ങൾ പറയാൻ, ഹുവല്ലദീ യഫൂഖു ഖൗമഹു ഫിൽ ഖൈർ, ഖൈറിൽ, നന്മയിൽ ഖൗമിനെ, അദ്ദേഹത്തിന്റെ ജനതയെ നയിക്കുന്നയാളാണ് സയ്യിദ് എന്ന് പറയുന്നത്. ഒരു സയ്യിദ് ഒരു ഖൗമിന്റെ, ഒരു ജനത്തിന്റെ, ഒരു സമൂഹത്തിന്റെ സയ്യിദ് എന്ന് പറഞ്ഞാൽ ആ സമൂഹത്തെ ഖൈറിലേക്ക്, നന്മയിലേക്ക് നയിക്കുന്ന ആളാണ് സയ്യിദ്. വഖാല ഗൈറുഹു, അദ്ദേഹം അല്ലാത്ത വേറെ ചിലർ പറഞ്ഞു, അല്ലെങ്കിൽ മറ്റുള്ളവർ പറഞ്ഞു, ഹുവല്ലദീ യുഫ്സഉ ഇലൈഹി, അയാളിലേക്ക് ഓടിച്ചെല്ലാനുള്ള ഇടമാണ്, ഓടിച്ചെല്ലപ്പെടുന്ന വ്യക്തിയാണ്. ഫിൻ നവാഇബി വശദായിദി, അത്യാപത്തിലും പ്രയാസഘട്ടങ്ങളിലൊക്കെ. ഫയഖൂമു ബി അംരിഹിം, അപ്പൊ ആ സയ്യിദ് എന്ത് ചെയ്യും, അയാളുടെ കാര്യങ്ങൾ, അവരുടെ കാര്യങ്ങൾ നിവർത്തി കൊടുക്കും. വയതഹമ്മലു അൻഹും മകാരിഹഹും, അതായത് അവരുടെ പ്രയാസങ്ങൾ ഏറ്റെടുക്കും, ബുദ്ധിമുട്ടുകൾ, ക്ലേശങ്ങൾ ഏറ്റെടുക്കും. വയദ്ഫഉഹ അൻഹും, അവരെ തൊട്ട് അത് അദ്ദേഹം തട്ടിമാറ്റുകയും ചെയ്യും. അപ്പോൾ ഒരു നേതാവിനുണ്ടായിരിക്കേണ്ട ഗുണഗണങ്ങളാണ് പറഞ്ഞത്. സയ്യിദ് എന്ന് പറഞ്ഞാൽ ആ സയ്യിദ് ആരെയാണ് നയിക്കുന്നത്, ആ സമൂഹത്തെ ഖൈറിലേക്ക് നയിക്കും, അതേപോലെ അവരുടെ പ്രയാസങ്ങളെ തട്ടിമാറ്റും, അതിനൊക്കെ അവരുടെ പ്രയാസങ്ങൾ ഒക്കെ പരിഹാരം കാണാൻ അയാൾ മുൻപന്തിയിലുണ്ടാവും. അതാണ് സയ്യിദിന്റെ ഗുണം. അപ്പൊ നബി സയ്യിദ് എന്ന് പറഞ്ഞല്ലോ, അപ്പൊ നബിയോട് നമ്മുടെ പ്രയാസങ്ങളൊക്കെ തേടാമെന്നാണ് ഇദ്ദേഹം വിശദീകരിക്കുന്നത്, അല്ലെങ്കിൽ ഈ സഹോദരൻ വിശദീകരിക്കുന്നത്. എന്നാൽ ഇങ്ങനെയാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഅല്ലിമ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോ നമുക്ക് നബിന്റെ അടുത്ത് നിന്ന് ചെന്നിട്ട്, നബിയുടെ ഖബറിന്റെ അടുത്ത് ചെന്നിട്ടോ അല്ലാതെ നബിയെ വിളിച്ചിട്ട് മസ്അല ചോദിക്കാൻ പറ്റുമോ? സഹാബാക്കൾക്കും നബി മുഅല്ലിമായിരുന്നു, നമുക്കും മുഅല്ലിമാണ്, രണ്ടും ഓക്കെയാണ്, ശരി തന്നെ. നമുക്കും മുഅല്ലിമാണ്, സഹാബാക്കൾക്കും മുഅല്ലിമാണ്. പക്ഷെ നമുക്ക് മുഅല്ലിം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വിട്ടേച്ച് പോയ ഖുർആനും സുന്നത്തും അത് പഠിക്കണം, അതിന്റെ ആശയങ്ങൾ പഠിക്കണം, അതിന്റെ വിശദീകരണങ്ങൾ അഹ്ലുസുന്നയുടെ യഥാർത്ഥ പണ്ഡിതന്മാർ പറഞ്ഞത് എന്ത് എന്ന് നോക്കണം, അത് പഠിച്ച് മനസ്സിലാക്കി അതനുസരിച്ച് പ്രവർത്തിക്കണം. അപ്പൊ അന്നേരൊക്കെ നോക്കുമ്പോൾ നമുക്ക് നബി മുഅല്ലിമാണ്. അതല്ല നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായ ദീനിയായ വിഷയങ്ങൾ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വിഷയങ്ങളിൽ നമുക്ക് ക്ലാരിഫിക്കേഷൻ, ഒരു ഡൗട്ട്, സ്പഷ്ടീകരണം ചോദിക്കേണ്ടതുണ്ടെങ്കിൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിന്റെ അടുത്ത് നിന്നിട്ടോ അല്ലെങ്കിൽ ഇവിടുന്ന് വിളിച്ചിട്ടോ തേടിയാൽ അതിന് പരിഹാരമൊന്നും ഉണ്ടാവില്ല. നേരെ മറിച്ച് സഹാബാക്കളുടെ കാലത്ത് നബി മുഅല്ലിമ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം, അവർക്ക് മുഅല്ലിം എന്ന് പറഞ്ഞാൽ അവർക്ക് പ്രതിസന്ധികൾ അല്ലെങ്കിൽ സംശയങ്ങൾ ഉണ്ടാകുമ്പോൾ നബിയോട് നേരിട്ട് അവർ ക്ലാരിഫൈ ചെയ്തു തരും. അപ്പൊ രണ്ടും രണ്ട് അർത്ഥതലത്തിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായ ശേഷം സഹാബാക്കൾക്ക് എന്തെല്ലാം പ്രതിസന്ധികൾ, പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതേപോലെ ഇൽമിന്റെ കാര്യത്തിൽ തന്നെ അവർ പല വിഷയങ്ങളും, ചർച്ചകളും, മസ്അല, അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അവരാരും നബിയോട് പോയി തേടിയില്ല, ഇതിൽ ഒരു തീരുമാനം വേണം പറഞ്ഞിട്ട്. അപ്പോൾ നബി മുഅല്ലിമാന്ന് അവർക്കറിയാം, എന്നാ മുഅല്ലിമുണ്ടല്ലോ, ഖബറിലാണ് വിചാരിച്ചിട്ട് എന്താ കുഴപ്പമില്ല,
വഫാത്തായി എന്ന് വിചാരിച്ച് തേടാന്ന് വിചാരിച്ച് അവർ തേടിയോ? ഇല്ല. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഅല്ലിമ എന്ന് പറയുന്ന ഒരു ഹദീസും കൂടെ ദീർഘമായ ഒരു ഹദീസാണ് സ്വഹീഹ് മുസ്ലിമിലുള്ള. ഈ ഹദീസിന്റെ അവസാന ഭാഗം മാത്രമേ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇന്നല്ലാഹ ലം യബ്അസ്നി മുഅന്നിതൻ വലാ മുതഅന്നിതൻ. നിശ്ചയം അള്ളാഹു എന്നെ പരുഷനായിട്ടോ, അതായത് പരുഷ സ്വഭാവിയായിട്ടോ ഉപദ്രവകാരിയായിട്ടോ അയച്ചിട്ടില്ല. വലാക്കിൻ പക്ഷേ ബഅസനി അള്ളാഹു അവൻ എന്നെ അയച്ചു മുഅല്ലിമൻ അധ്യാപകനായിട്ട്, മുയസ്സിറൻ എളുപ്പമുണ്ടാക്കുന്നവനായിട്ട്, ലളിതമാക്കുന്നവനായിട്ട്. കാര്യങ്ങൾ ഇങ്ങനെ സങ്കീർണമാക്കി കോംപ്ലക്സ് ആക്കുന്ന വ്യക്തിയല്ല. ഈ ദീൻ എന്ന് പറയുന്ന സംഹത്താണ്, ലാളിത്യമാണ്. അപ്പോൾ എന്നെ അള്ളാഹു എളുപ്പമാക്കുന്നവനും അധ്യാപകനുമായിട്ട്, മുഅല്ലിമായിട്ട്, ആളുകളെ പഠിപ്പിക്കുന്ന ആളായിട്ടാണ് അയച്ചിട്ടുള്ളത്. അപ്പൊ ഇവിടെ മുസ്ലിയാർ പറഞ്ഞ കണക്കിന്, അല്ലെങ്കിൽ എന്താണ്, സയ്യിദാണ്. സയ്യിദ് പറഞ്ഞപ്പോൾ സഹായി എന്നൊക്കെ അദ്ദേഹം അർത്ഥം പറഞ്ഞു. പ്രയാസങ്ങൾ ദൂരീകരിക്കുന്ന ആൾ എന്ന അർത്ഥത്തിലൊക്കെ പറഞ്ഞു. സമൂഹത്തിന്റെ പ്രയാസങ്ങൾ തട്ടിമാറ്റുന്നയാൾ എന്ന അർത്ഥത്തിലൊക്കെ പറഞ്ഞു. അപ്പോ ആ സയ്യിദ് എന്ന അർത്ഥത്തിൽ, സയ്യിദ് എന്ന് പറഞ്ഞാൽ നമുക്കും സയ്യിദ് തന്നെയാണ് നബി, ഒരു സംശയമൊന്നുമില്ല. പക്ഷെ ഏതർത്ഥത്തിലാണ്? നമ്മുടെ നേതാവ് എന്ന് പറഞ്ഞാൽ നമ്മെ ഇപ്പൊ അങ്ങനെ നബി നേരിട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നു എന്ന അർത്ഥത്തിലല്ല. നമ്മെ നയിക്കാൻ വേണ്ട കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആനായിട്ട് നമുക്ക് തന്നിട്ടുണ്ട്. അള്ളാഹുവിന്റെ ഖുർആൻ നമുക്ക് തന്നിട്ടുണ്ട്, ഇട്ടേച്ച് പോയിട്ടുണ്ട്. അതാണ് തറക്തു ഫീക്കും അംറൈൻ, രണ്ട് കാര്യങ്ങൾ ഞാൻ ഇട്ടേച്ച് പോകുന്നു എന്ന് പറഞ്ഞത്. അത് മുറുകെ പിടിച്ചാൽ നിങ്ങൾ വിജയിക്കുന്ന പറഞ്ഞത്. സ്വഹീഹായിട്ടുള്ള ഹദീസുകളുണ്ട്, അതാണ് സുന്നത്ത്, നബിചര്യ. അപ്പൊ അന്നരക്ക് നബി നമ്മുടെ സയ്യിദുമാണ്, മുഅല്ലിമുമാണ് ഇപ്പോഴും. അതല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്പൊ നമ്മളെ ഇങ്ങനെ നേരിട്ട് നയിക്കല്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ പുതിയ ഖലീഫമാരൊന്നും വേണ്ടിയിരുന്നില്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ ഖബറിന് നയിച്ചാൽ പോരായിരുന്ന. ഇത് മനസ്സിലാക്കാൻ എന്താണ് ഇത്ര പ്രയാസം? ഇതൊക്കെ മരിച്ചുപോയവരോട് തേടാനുള്ള തെളിവാക്കുക എന്ന് പറയുന്നത് എന്തുമാത്രം ബാലിശമാണ്. അല്ല, പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം എന്താ വെച്ചാൽ ഇതല്ലാതെ മറ്റു തെളിവുകളൊന്നും ഇല്ലല്ലോ. ഇതുപോലത്തെ തെളിവുകളല്ലാതെ, ഇങ്ങനെ വക്രീകരിച്ചു കൊണ്ടുവരുന്ന തെളിവല്ലാതെ വേറൊന്നുമില്ല. ഹദീസ് സ്വഹീഹാണ്, പക്ഷെ എന്താണ് അതിലുള്ളത്? ഞാൻ മനുഷ്യ സന്തതിയുടെ സയ്യിദാണ്, അപ്പൊ സഹായി എന്ന് വന്നു. അപ്പൊ സഹായം തേടാം, നബി വഫാത്തായ ശേഷം തേടാം. പിന്നെ വേറെ സയ്യിദുമാരൊന്നും നേതാക്കന്മാരും ഖലീഫുമാരൊന്നും വേണ്ടല്ലോ. മുഅല്ലിമാണ് നബി. മുഅല്ലിമാന്ന് പറയുമ്പോൾ ഇപ്പൊ മസ്അല, പ്രശ്നങ്ങൾ, വിഷയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനൊക്കെ തീർപ്പാക്കാൻ നേരെ നബിന്റെ അടുത്ത് പോയാൽ പോരെ? ഖബറിന്റെ അടുത്ത് പോയിട്ട് ചോദിച്ചാൽ പോരെ? പറഞ്ഞുതരൂലേ? അല്ലെങ്കിൽ തോന്നിച്ചു തരൂലേ? വേറെ ഭാഷയിൽ അങ്ങനെയെങ്കിലും ചെയ്യൂലേ? ഇപ്പൊ എന്താ ചെയ്യുന്നത്? എല്ലാവരും കിതാബ് എടുത്തല്ലേ സംസാരിക്കണേ. അതല്ലാതെ നബിയോട് ചോദിക്കുന്നുണ്ട് ഈ മസാലയിൽ ഞങ്ങൾക്കിടയിലെ പ്രശ്നം തീർപ്പാക്കണം എന്ന നിലക്ക്. നമ്മുടെ മുഅല്ലിം ആയതുകൊണ്ട് മുഅല്ലിമിന്റെ അടുത്ത് പോകണ്ടോ? ഖബറിന്റെ അടുത്ത് പോയിട്ടോ അല്ലാതെയോ നമ്മൾ തേടുന്നുണ്ടോ? ഇല്ല. ഈ പറയുന്ന ഇസ്തിഹാസവാദികളും തേടുന്നില്ലല്ലോ. ഇതൊക്കെ വെറുതെ ഒരു വാദത്തിനൊപ്പിക്കാൻ വേണ്ടി മാത്രം പറയുന്നതല്ലേ. അതെല്ലാവർക്കും വളരെ വ്യക്തമല്ലേ? കോമൺ സെൻസ് വരുന്നത് മനസ്സിലാക്കാൻ. അള്ളാഹു സത്യം മനസ്സിലാക്കാൻ നമുക്ക് സഹായിക്കട്ടെ. അള്ളാഹുവിൽ തവക്കുലാക്കുക, അല്ലാതെ മരിച്ചുപോയ നബിമാരോടോ ജീവിച്ചിരിക്കുന്ന മലക്കുകളോടോ ജിന്നുകളോടോ ഔലിയാക്കളോടോ ആരോടും, മരിച്ച ഒരു മനുഷ്യരോടും സഹായം തേടാൻ പാടില്ല. ജീവിച്ചിരിക്കുന്നവരാണെങ്കിൽ തന്നെ അവരുടെ പരിധിയിൽ വരാവുന്ന കാര്യങ്ങൾ മാത്രമേ തേടാൻ പറ്റുള്ളൂ, അല്ലാതെ തേടാൻ പാടില്ല. പിന്നെ സ്വർഗം കിട്ടാൻ വേണ്ടി തേടാന്നൊക്കെ പറഞ്ഞാല്, സ്വർഗം കിട്ടുന്ന ഒരു ഉസ്താദിനോട് ഒരു ശിഷ്യന് പോയിട്ട് പറയാം, അതിന് പ്രശ്നമൊന്നുമില്ല. സ്വർഗം കിട്ടുന്ന മാർഗങ്ങൾ അയാൾ പറഞ്ഞു തരണം എന്ന ഉദ്ദേശത്തിൽ, അല്ലെങ്കിൽ സ്വർഗം കിട്ടാൻ വേണ്ടിയിട്ട് അയാൾ ശിഷ്യന് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന അർത്ഥത്തിൽ. അതല്ലാതെ സ്വർഗം അയാൾ തരും എന്ന അർത്ഥത്തിൽ സ്വർഗം തേടുക, അല്ലെങ്കിൽ ദൂരെ നിന്ന് പ്രാർത്ഥിക്കുക, അടുത്തുനിന്നാണെങ്കിലും ദൂരെ നിന്നാണെങ്കിലും എനിക്ക് സ്വർഗം തരണേ ഉസ്താദേ ഷേഖേ എന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിക്കാൻ പാടില്ല. എനിക്ക് സന്താനം നൽകണേ സി എം മടവൂരെ, എന്റെ ദോഷങ്ങൾ പെറുക്കണേ സി എം മടവൂരെ, എന്റെ എനിക്ക് ജോലിയിൽ പ്രൊമോഷൻ നൽകണേ സി എം മടവൂരെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പറ്റില്ല. അള്ളാഹു ഹക്കായിട്ട് മനസ്സിലാക്കാൻ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.